Good morning, students. The new chapter, Markovic analysis. Markov analysis. Markov analysis or Markov process or Markov chains is a method of analyzing the current behavior of some variable with a view to predict its future behavior. Andrei Markov, a Russian mathematician, introduced Markov chains in the year 1906. It is a stochastic process containing random variables transition from one state to another depending on certain assumptions and definite probabilities rules. So Markov analysis or Markov process or Markov chains is a method of analyzing the current behavior of some variables with a view to predict its future behavior. So Markov analysis അല്ലെങ്കിൽ Markov process അല്ലെങ്കിൽ Markov chains പറയും. Actually it is a method of analyzing current behavior of some variable with a view to predict its future behavior. നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഒരു ചെയിൻ ആണ് ആക്ച്വലി എന്ത് പറയുന്നത് മർക്കോവ് അനാലിസിസ്. Andrei Markov, a Russian mathematician, introduced the Markov chains in the year 1906. It is a stochastic process containing random variables transition from one state to another depending on certain assumptions and definite probabilities rules. Actually it is a process of random variablesനെ സെലക്ട് ചെയ്യാനും അതിനെ ട്രാൻസിഷൻ ചെയ്യാനും അതിൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു വേരിയബിളിൽ നിന്ന് മറ്റൊരു വേരിയബിളിലേക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റുന്ന സർട്ടൻ അസംഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ സർട്ടൻ പ്രോബബിലിറ്റി ഡിറ്റർമിനേഷൻ്റെ ബേസിൽ ഡെഫിനിറ്റിൻ്റെ ബേസിൽ നമുക്ക് ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കിയിട്ട് മറ്റൊരു കൺസെപ്റ്റിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് Markov analysis. Actually, Markov analysis are more usable in the project scheduling or the prediction of future price category and also to generally it's used in the stock market. Stock market index calculate ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പല ടൈപ്പ് ഓഫ് പ്രൊജക്ട്സുകളിലൊക്കെ നമ്മൾ സാധാരണ Markov അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസന്റ് ബിഹേവിയർ നോക്കിയിട്ട് അല്ലെ കറണ്ട് ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലിനെയാണ് Markov അനാലിസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി സോ Markov അനാലിസിസ് ഓർ Markov പ്രോസസ് ഓർ Markov ചെയിൻസ് ഈസ് എ മെത്തേഡ് ഓഫ് അനലൈസിങ് ദ കറണ്ട് ബിഹേവിയർ ഓഫ് സം വേരിയബിൾ വിത്ത് എ വ്യൂ ടു പ്രിഡിക്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ ബിഹേവിയർ. കറണ്ട് ബിഹേവിയർ നോക്കിയിട്ട് ഫ്യൂച്ചർ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് വിളിക്കുന്നത് Markov അനാലിസിസ്. സോ Andrei Markov, a Russian mathematician, introduced the Markov analysis. Actually, it is a container of random variables transition from one state to another depending upon certain assumption and definite probabilistic rules. കറക്റ്റായിട്ട് നമുക്കറിയുന്ന ഒരു പ്രോബബിലിസ്റ്റിക് റൂൾസിനെയും അതുപോലെ സർട്ടൻ അസംഷനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വേരിയബിൾസ് നിന്ന് ബേസ് ചെയ്തിട്ട് മറ്റൊരു വേരിയബിൾസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ആണ് നയിക്കുക. ഫോർ എക്സാമ്പിൾ BSEയിലുള്ള ഒരു സെക്യൂരിറ്റിയായ കൊഡാക് സെക്യൂരിറ്റീസിന്റെ പ്രൈസ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ കൊഡാക് സെക്യൂരിറ്റിക്ക് ഇന്ന് 1000 രൂപയാണ് മാർക്കറ്റിലെങ്കിൽ നാളെ അതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ന് 1000 റുപ്പീസ് ആണ്, നാളെ അതിന്റെ മാർക്കറ്റ് വാല്യൂ 1010 ആവും എന്നുള്ളൊരു പ്രിഡിക്ഷൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസിനെയാണ് Markov അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ പെട്ടെന്നൊന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നല്ല 1010 ആവുന്നു. Certain probabilistic rules and certain assumptions are also follow and clearly analysis of these aspects and to predict the future price. Such a concept is known as Markov analysis. So Markov process helps to identify first one, a specific state of a system being studied. Second, the state of transition relationship. രണ്ട് കൺസെപ്റ്റിന്റെ ബേസിലാണ് നമ്മൾ സാധാരണ Markovs എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ Markovs പ്രോസസ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ്, എ സ്പെസിഫിക് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ബീങ് സ്റ്റഡീഡ്. ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം.
സെക്കൻഡ് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ റിലേഷൻഷിപ്പ്. ആ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഒരു കറണ്ട് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം റിലേഷൻഷിപ്പിനെയും കൃത്യമായിട്ട് ട്രാൻസിസ്റ്റ് ചെയ്യാനും നമുക്ക് മെഷർ ചെയ്യാനും പ്രോബബിലിറ്റി മെട്രിക്സിലൂടെ ക്ലിയർ ചെയ്യാനും നമുക്ക് പറ്റുകയാണെങ്കിൽ അത് നമ്മളെ മർക്കോവ് പ്രോസസ്സിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ടു a specified state of a system being studied. Second, the state transition relationship. So it is a technique, or Markowitz is a technique that deals with the probabilities of future occurrence by analyzing the present known probabilities. നമുക്ക് ഇപ്പം അറിയുന്ന പ്രസന്റ് ആയിട്ട് നമുക്ക് അറിയുന്ന പ്രോബബിലിറ്റീസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രോബബിലിറ്റീസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്സിനെയാണ് നമ്മൾ മർക്കോവ് അനാലിസിസ് ഓർ മർക്കോവ് പ്രോസസ് ഓർ മർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. സോ മർക്കോവ് അനാലിസിസ് ഇസ് എ ടെക്നിക് ദാറ്റ് ഡീൽസ് വിത്ത് ദി പ്രോബബിലിറ്റീസ് ഓഫ് ഫ്യൂച്ചർ ഒക്കറൻസസ് ബൈ അനലൈസിങ് ദ പ്രസന്റ് നോൺ പ്രോബബിലിറ്റീസ്. ഇപ്പം അറിയുന്ന പ്രോബബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ വരുന്ന പ്രോബബിലിറ്റീസിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സിനെയാണ് മർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി സോ Markov analysis or Markov process or Markov chain is a method of analyzing the current behavior of some variable with a view to predict its future behavior. Andheri A. Markov, a Russian mathematician, introduced Markov chain in the year 1906. It is a squatic process containing random variables transition from one state to another depending on certain assumption and definite probabilistic rules. Markov process helps to identify a specific state of system being studied. Second, state transition relationship. Then it is a technique that deals with the probabilities of future occurrence by analyzing the present known probabilities. Clear? Next, assumption under Markov analysis. Markov ഞാൻ പറഞ്ഞിട്ടുണ്ട്, Markov analysis certain assumption ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ തിയറിയാണ്. സോ ഫസ്റ്റ് ഓർഡർ മർക്കോവ് പ്രോസസ് ആൻഡ് സെക്കൻഡ് ഓർഡർ മർക്കോവ് പ്രോസസ്, രണ്ട് ഓർഡറിലാണ് മർക്കോവ് പ്രോസസ് തിയറിയെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ മർക്കോവ് പ്രോസസ്, ഫസ്റ്റ് വൺ ഫിനിറ്റ് സ്റ്റേറ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഫിനിറ്റ് സ്റ്റേറ്റ്. ഫിനിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഓർ ഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇറ്റ് ഈസ് നോട്ട് അബ്സോർബിങ് ഇൻ ദ നാച്ചർ. നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേണം. തോന്നുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. For example, if a customer of a particular brand product does not switch over to another brand, then that brand would have a representative of absorbing state. There are limit or definite number of possible state. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമേ വാങ്ങുള്ളൂ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ഒരു പേസ്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുക, ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ കോൾഗേറ്റ് മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമർ ഉണ്ടാവും, ആ ബ്രാൻഡ് മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമർ ഉണ്ടാവും. അവന് മറ്റൊരു ബ്രാൻഡ് കോൾഗേറ്റ് ഇല്ലെങ്കിലും അവർ പകരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റൊരു ബ്രാൻഡും വാങ്ങാതെ ക്ലോസപ്പ്, പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ചില ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ക്ലോസപ്പ് വാങ്ങിക്കും ചില പ്രാവശ്യം കോൾഗേറ്റ് വാങ്ങിക്കും, ചില പ്രാവശ്യം സെൻസോഡൈൻ വാങ്ങിക്കും, ചില പ്രാവശ്യം KP നമ്പൂതിരി വാങ്ങിക്കും. അപ്പോൾ ഓരോരുത്തർ ഓരോ ടൈപ്പ് ആയിരിക്കും. പക്ഷെ ചില ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് കോൾഗേറ്റ് മാത്രം വാങ്ങിക്കാന്നിരിക്കാം. അപ്പൊ ആ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റേറ്റ് ഫിനിറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അവരത് വാങ്ങിക്കുന്നത്, ഇനി ഈ കറണ്ടായിട്ട് അവരത് വാങ്ങിക്കുന്നുണ്ട്, സോ ഫ്യൂച്ചറിൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അവരത് തന്നെ പർച്ചേസ് ചെയ്യുള്ളൂ എന്നുള്ള നമുക്ക് ഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലേ. അതിനെയാണ് നമ്മൾ ലിമിറ്റഡ് ഓർ ഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ്, സാധ്യതയുള്ള സ്റ്റേറ്റ് ആണ്, അവർ അതേ വാങ്ങിക്കുള്ളൂ. ഓക്കെ, സോ അതിനെയാണ് ഫിനിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് മർക്കോവ് അനലൈസ് ചെയ്യാം. Second, probability of changing state. The probability of changing state remains the same over time. അവരുടെ ചേഞ്ചിങ് സ്റ്റേറ്റ് കോൾഗേറ്റ് മാറി ക്ലോസപ്പ് ആവാനുള്ള പോസിബിലിറ്റി എത്രയുണ്ടെന്നുള്ള പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യണം. The probability of changing states remain the same over time. Third, we can predict any future state from the previous state and the matrix of transition probabilities. അപ്പൊ നമുക്ക് വി ക്യാൻ പ്രിഡിക്ട് ദ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഫ്രം ദ പ്രീവിയസ് സ്റ്റേറ്റ് നോക്കിയിട്ട് ഫ്യൂച്ചർ സ്റ്റേറ്റ് നമ്മൾ പ്രിഡിക്ട് ചെയ്യുക. സ്റ്റേറ്റ് മീൻസ് അതിന് കൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മെട്രിക്സ് ഓഫ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റീസ്, എന്നിട്ട് നമ്മൾ അതിന്റെ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റീസിന്റെ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത സ്റ്റേറ്റ് തന്നെയാണോ
അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയാണോ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റ്, അല്ലെ പ്രീവിയസിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത അതേ ബ്രാൻഡ് തന്നെ ആയിരിക്കുമോ ഫ്യൂച്ചറിൽ അവർ വാങ്ങിക്കുകയെന്ന് മെട്രിക്സ് ട്രാൻസിഷൻ പ്രോബബിലിറ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യണം. Then fourth, the size and makeup of the system. Size and makeup of the system do not changes during the analysis. അനാലിസിസിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സൈസും അതിൻ്റെ മേക്കപ്പ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മാനുഫാക്ചേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, എത്ര നമ്പർ ഓഫ് മാനുഫാക്ചേഴ്സ് ഉണ്ട്, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പോൾ കസ്റ്റമേഴ്സ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് കേരളത്തിലെ മുഴുവൻ പീപ്പിളും, അല്ലെ കേരളത്തിലെ മുഴുവൻ നമ്പർ ഓഫ് പീപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ മാനുഫാക്ചേഴ്സോ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ട്. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ സൈസും ആ ഒരു സിസ്റ്റത്തിന്റെ മേക്കപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ സൈസ് ആൻഡ് മേക്കപ്പ് ഓഫ് ദ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. ഫിഫ്ത്ത്, the process has a set of initial probability. The process has a set of initial probabilities which may be given or determined. The process has a set of initial probability. നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇനീഷ്യൽ പ്രോബബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്, വിച്ച് മേ ഗിവൺ ഓർ ഡിറ്റർമിൻ. നമ്മൾ ഡിറ്റർമിൻ ചെയ്ത ഒരു ഇനീഷ്യൽ പ്രോബബിലിറ്റീസിന്റെ പ്രോസസ്സ്, അതിന്റെ സ്റ്റെപ്സ്, എങ്ങനെ നമുക്ക് ഒരു പ്രോബബിലിറ്റീസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, അല്ലെ ഒരു പ്രോബബിലിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇനീഷ്യൽ പ്രോബബിലിറ്റി, അതിന്റെ സ്റ്റെപ്സ്. ഇത്രയാണ് ഫസ്റ്റ് ഓർഡർ മാർക്കോവ് പ്രോസസ്സിന്റെ അസംഷൻ. ഫസ്റ്റ് ഫിനിറ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് പ്രോബബിലിറ്റി ഓഫ് ചേഞ്ചിങ് സ്റ്റേറ്റ്, തേർഡ് വി ക്യാൻ പ്രിഡിക്റ്റ് എനി ഫ്യൂച്ചർ സ്റ്റേറ്റ് ഫ്രം ദ പ്രീവിയസ് സ്റ്റേറ്റ് and the metrics of transition probabilities. Fourth, size and makeup of the system. Fifth, process has a set of initial probabilities which may be given or determined. Second order Markov process. രണ്ട് ഓർഡർ ഉണ്ട്. സെക്കൻഡ് ഓർഡർ Markov പ്രോസസ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ it assumes that probability of next state may depend upon the two previous state. അല്ലെ depend in the two previous state. It assumes that the probability of next state, നമ്മൾ assume ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റീസ് മേ ഡിപ്പെൻഡ് എൻ ദ ടു പ്രീവിയസ് സ്റ്റേറ്റ്, രണ്ട് പ്രീവിയസ് സ്റ്റേറ്റിലുള്ള എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ദ ടു പ്രീവിയസ് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യും അടുത്ത ഒരു പ്രോബബിലിറ്റി നമ്മൾ assume ചെയ്യാം. ഇങ്ങനെ രണ്ട് ഓർഡറാണ് പറയുന്നത്, ഫസ്റ്റ് ഓർഡർ മാർക്കോവും സെക്കൻഡ് ഓർഡർ മാർക്കോവ് പ്രോസസ്സും. ഈ രണ്ട് അസംഷന്റെ ബേസിലാണ് നമ്മൾ മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്. Next, application of Markov analysis. Number of applications in business and management are generally applied into Markov analysis. Certain number of analysis. First one, for planning personal deals. For planning personal deals. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നീഡ്സുകളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തായിരിക്കും, ഇനിയിപ്പോൾ നാളെ എന്താണ്, ഇപ്പം ഇന്നത്തെ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കൊറോണ കേസ് ഇപ്പോൾ ഗവൺമെന്റ് മാർക്കോവ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഗവൺമെന്റ് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും 20,000 ആൻഡ് എബോ എന്ത് വരും, കേരളത്തിലെ ഡെയിലി കണക്ക് കൊറോണന്റെ 20,000 ആൻഡ് എബോ ആവും. എങ്ങനെയാ അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്, മാർക്കോവ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താ, ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എത്രയുണ്ട്, ഇനിയുള്ള ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷനും ഡീലിങ്സും എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് അവർക്ക് ഫ്യൂച്ചറിലെ പ്രതിദിന കണക്കുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രിഡിക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ മാർക്കോവ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫോർ പ്ലാനിങ് പേഴ്സണൽ നീഡ്സ്, ഇൻഡിവിജ്വൽ നീഡ്സ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇന്ന് എന്തായിരിക്കും, പിന്നെ നാളെ എന്തായിരിക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, സ്റ്റഡി ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെന്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് മാർക്കോവ് അനാലിസിസ്. ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ്സ് വേരി ഫ്രം ടൈം ടു ടൈം ഓർ സെക്കൻഡ് ടു സെക്കൻഡ്. At the time can predict the future price movement with the help of current price. So to users of Markov analysis for prediction of future price movement based on current behavior. Clear? So study the stock price movement is the main application of Markov analysis. Third, determining future manpower requirements of an organization. Determining future manpower requirements of organization, because this organization can determine the human resource power or manpower, and now it's a present manpower requirement and also to predict the future price manpower requirement, because manpower is the main part of an organization. Without this manpower or shortage of manpower, then organization faces of danger problem related to production or other activities. So
Determine the future manpower requirements of an organization is the application of Markov analysis. Fourth, it is useful to analyze consumer behaving pattern. Majority of organization or majority of production department using the Markov analysis useful to analyze the consumer behavior pattern. So consumers are the king. You already know the king. Consumers are the king in the market. So clearly know about the business firm or production center, know about the consumer behavior pattern, taste, habits, etc. of the consumers clearly know before manufacturing the products. So it's useful to analyze the consumer behavior pattern. Is the one of the application of Markov analysis. Fifth, helpful in predicting the utilization of machine. Different types of machines are used in the organization. Each machines are utilized or better utilization of machines clearly predicting with the help of Markov analysis, because the maintenance policies and then the different types of problem faced in the organization, like it's a machine considering breakdown, maintenance schedules, etc. to phases of different problems in the organization related to machine. To overcome this problem with the help of Markov analysis in predicting the utilization of machine, breakdown, maintenance schedules of machines, etc. Next, sixth, determine the equilibrium traffic flow condition. Determine the equilibrium traffic flow conditions. Traffic flow conditions or insertion during the rush hours. അപ്പം നമുക്ക് ട്രാഫിക്കിൽ നമ്മുടെ സിഗ്നൽസ് ഒക്കെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പല രീതിയിലുള്ള ട്രാഫിക് കൺട്രോളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ കണ്ടീഷൻ ട്രാഫിക്കുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് മാർക്കോവ് അനാലിസിസ് ആണ്. സോ ഡിറ്റർമിൻ ദ ഇക്വിലിബ്രിയം ട്രാഫിക് ഫ്ലോ കണ്ടീഷൻസ്. 7, യൂസ്ഫുൾ ഇൻ പ്രിഡിക്ഷൻ ദ ഇലക്ട്രോ റേറ്റ് ബിഹേവിയർ ഇൻ ഇലക്ഷൻസ്. ഇലക്ഷനിൽ നമ്മൾ ഇത്ര ശതമാനം പോളിംഗ് ഉണ്ടാവും, കാണാറില്ലേ, ഇത്ര ശതമാനം പോളിംഗ് ഉണ്ടാവും, ഇത്ര ശതമാനം പോളിംഗിൽ ഉണ്ടാവും നമ്മൾ മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യുന്നില്ലേ? ആ പ്രിഡിക്റ്റ് ചെയ്യുന്ന എന്ത് ബേസിലാണ്? മാർക്കോവ് അനാലിസിസ് ആണ്. പലപ്പോഴും മാർക്കോവ് അനാലിസിസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ പ്രിഡിക്ഷൻ ഓഫ് ഇലക്ട്രോ റേറ്റ് ബിഹേവിയർ ഇൻ ഇലക്ഷൻസ്. ഇലക്ഷൻസിന്റെ ഇലക്ട്രോ റേറ്റ് ബിഹേവിയർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കോവ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. So these are the application of Markov analysis for planning personal needs. Study the stock price movements. Third, determining future manpower requirements of an organization. Fourth, it is useful to analyze the consumer behaving patterns. Next, helpful in predicting the utilization of machines. Next, determine the equilibrium traffic flow conditions. Next, useful in prediction the electro rate behavior in elections. The next term ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അബ്സോർബിംഗ് മാർക്കറ്റ് ചെയിൻ. Absorbing Markov chain. Absorbing Markov chain, a common type of Markov chain with a transient state in an absorbing one. Absorbing market chain in which it is impossible to leave some states. It is a chain in which every state can reach the absorbing state. നമുക്ക് ഓരോന്നും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ മാർക്കോവ് ചെയിൻ അബ്സോർബിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ. ഇറ്റ്സ് എ കോമൺ ടൈപ്പ് ഓഫ് മാർക്കോവ് ചെയിൻ വിത്ത് ട്രാൻസിസ്റ്റ് സ്റ്റേറ്റ്. കോമൺ ടൈപ്പ് ഓഫ് മാർക്കോവ് ചെയിൻ വിത്ത് ട്രാൻസിസ്റ്റ് സ്റ്റേറ്റ് ഈസ് ആൻ അബ്സോർബിംഗ് വൺ. നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, വലിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെ നമുക്ക് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയിനിനാണ് അബ്സോർബ് മാർക്കറ്റ് ചെയിൻ എന്ന് പറയുന്നത്. An absorbing market chain is a Markov chain. Actually, it is a Markov chain in which it is impossible to leave some state. ചില സ്റ്റേറ്റ്സുകളെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യവും നമുക്ക് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഫ്ലഡ് വരുന്നത് നമുക്ക് ഒരുവിധം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് ഓഫ് എത്ര പ്രോബ്ലംസ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കംപ്ലീറ്റ്, അല്ലെ ഇപ്പോൾ മെഷീൻ ലോക്ക്ഡൗൺ അല്ലെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവും നമുക്കറിയാം. പക്ഷെ എത്ര പെർസെൻറ്റേജ് അതിന് ബ്രേക്ക് ഡൗൺ ആവുന്നൊക്കെ നമുക്ക് കംപ്ലീറ്റ്, ഒരു കാര്യവും നമുക്ക് കംപ്ലീറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ലീവ് സം സ്റ്റേറ്റ്സുകളെ നമ്മൾ അബ്സോർബ് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് പറയുന്നത് അബ്സോർബിംഗ് മാർക്കോവ് ചെയിൻ. ഇറ്റ് ഈസ് എ ചെയിൻ ഇൻ വിച്ച് എവറി സ്റ്റേറ്റ് ക്യാൻ റീച്ച് ആൻ അബ്സോർബിംഗ് സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റും നമുക്ക് റീച്ച് ചെയ്യാൻ
പറ്റുന്നത്. അപ്പോൾ എവറി സ്റ്റേറ്റ് ഓരോന്നും അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് റീച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കിയോ. മിസ്റ്റർ റഹീം currently has rupees 25,000 in accounts receivables. He is too enthusiastic how what amount he may expected to write off so that he can take a suitable provision for the bad debt in the accounts. അപ്പോൾ റഹീമിന് 25,000 രൂപ അക്കൗണ്ട്സ് റിസീവബിൾ ആണ് കിട്ടാന്നിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എക്സ്പെക്ട് ചെയ്യാൻ ചിലപ്പോൾ അത് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ചിലപ്പോൾ അതൊന്നും കിട്ടൂല, അല്ലെ അത് ചിലപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അയാൾ കൃത്യമായിട്ടുള്ള ഒരു ബാഡ് ഡെപ്റ്റ് ഓൾറെഡി എന്ത് ചെയ്യും അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്യില്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അബ്സോർബ്ഡ് മാർക്കോ ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനം വലിച്ചെടുത്തിട്ട് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തരത്തിലുള്ള പ്രിഡിക്ഷൻ നടത്തുക. സോ സച്ച് കൺസെപ്റ്റ് ഈസ് കോൾഡ് മാർക്കോ അബ്സോർബിങ് മാർക്കോ ചെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി മെട്രിക്സ്. ഒരു മാർക്കോവ അനാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രാൻസാക്ഷണൽ പ്രോബബിലിറ്റി മെട്രിക്സ് ആണ്. സോ മൂവ്മെന്റ് ഈസ് in an uncertain environment, but we are given the probability associated with any move. This probability is known as transition probability. It may be presented in the tabular or matrix form. നമുക്ക് ചില അൺസർട്ടൈൻ എൻവയോൺമെന്റ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചില അൺസർട്ടൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് കൃത്യമായിട്ട് പ്രോബബിലിറ്റി കൊണ്ട് ചിലപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അൺസർട്ടൈൻ എൻവയോൺമെന്റ് നമ്മൾ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെയുള്ള പ്രോബബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ഇറ്റ് മേ ബി പ്രസന്റഡ് ഇൻ ദ ടാബുലർ ഓർ മെട്രിക്സ് ഫോം. ഇത് പ്രസന്റ് ചെയ്യുക സാധാരണ ടാബുലർ ഫോമിലാണ്, അല്ലെ മെട്രിക്സ് ഫോമിലാണ്. അപ്പൊ മൂവ്മെന്റ് ഈസ് ഇൻ ആൻ അൺസർട്ടൈൻ എൻവയോൺമെന്റ്, ബട്ട് വി ആർ ഗിവൺ ദ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദി എനി മൂവ്. ദ പ്രോബബിലിറ്റി ഈസ് നോൺ ആസ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ഇറ്റ് മേ ബി പ്രസന്റഡ് ഇൻ ദ ടാബുലർ ഓർ മെട്രിക്സ് ഫോം. മെട്രിക്സ് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ പഠിച്ചല്ലേ മെട്രിക്സ്. അപ്പൊ ആ ഒരു ഫോമിലാണ് പി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ആണ്. P11, P12, P13. അപ്പൊ P11, P12, P13, എക്സെട്രാ P1n. നെക്സ്റ്റ് P21, P22, P23, എക്സെട്രാ P2n. നെക്സ്റ്റ് P31, P32, P33, എക്സെട്രാ P3n, എക്സെട്രാ ഇങ്ങനെ താഴോട്ട് വരും. Pn1, Pn2, Pn3, എക്സെട്രാ Pnn. ഇങ്ങനെയല്ലേ മെട്രിക്സ് നമ്മൾ എഴുതാം. സോ P ഇസ് ദ സ്ക്വയർ മെട്രിക്സ് വിത്ത് എ നോൺ നെഗറ്റീവ് എലിമെന്റ്സ് ആൻഡ് റോ എലിമെന്റ്സ് ദാറ്റ് ദ സം ടു യൂണിറ്റി. സച്ച് എ മെട്രിക്സ് ഈസ് കോൾഡ് സ്റ്റൊക്കാസ്റ്റിക് മെട്രിക് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്മാറ്റിക്സ് എന്ന് വിളിക്കാറുണ്ട്, മെട്രിക്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, മെട്രിക്സ് യൂസ് ചെയ്യുക. മെട്രിക്സ് പഠിച്ചതല്ലേ നിങ്ങൾ, ഡിഗ്രിക്ക് പഠിച്ചല്ലേ. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ഇൻഫോർമേഷൻ construct a transition probability matrix. In every month, customers are being drawn from the brand D1 to brand D2 to the extent of 20%, 10% drawn to brand 3 and the remaining 70% staying with D1 itself. However, 30% of those using brand 2 in a given month are drawn brand D1. One half of them do not change the brand and use the same brand in the next month as well, while remaining 20% of shift to brand D3. Similarly, the behavior with regard to D3 is found to be that 70% of customers stick to the brand, 20% of shift to brand D1, while the remaining 10% shift to brand 2 each month. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഓൺ ദ ബേസ് ഓഫ് ഫോളോയിങ് ഇൻഫോർമേഷൻ കൺസ്ട്രക്ട് എ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത്. ഇൻ എവറി മന്ത് കസ്റ്റമേഴ്സ് ആർ ബീയിങ് ഫ്രം ബ്രാൻഡ് D1 കസ്റ്റമർ വാങ്ങിക്കുകയാണ് ടു ബ്രാൻഡ് D2 ടു ദി എക്സ്റ്റെൻഡ് ഓഫ് 20%, 10% എന്തും D3. ഓക്കെ, അപ്പോൾ D2 20 D3 10 ആണ്. അപ്പൊ D1 എത്രയായിരിക്കും, 70 ആയിരിക്കും. ആൻഡ് ദ റിമൈനിങ് 70% സ്റ്റേയിങ് D1 ഇറ്റ് സെൽഫ്. ക്ലിയർ ആയല്ലോ.
ഹവർ 30% ഓഫ് ദോസ് യൂസിങ്, അതിനകത്ത് 30% യൂസ് ചെയ്യുന്നത് ബ്രാൻഡ് D2 ആണ്. ആൻഡ് ഇൻ എ ഗിവൺ മന്ത് ആർ ഡ്രോൺ ബ്രാൻഡ് D1 ആണ്. പിന്നെ മറ്റൊരു കേസ് 1/2 ഓഫ് ദം ഡു നോട്ട് ചേഞ്ച് ദി ആൻഡ് യൂസ് ദ സെയിം ബ്രാൻഡ്. അപ്പോൾ അതിനകത്ത് 1/2 എന്ന് പറഞ്ഞാൽ 50% ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. വൈൽ റിമൈനിങ് 20% ഓഫ് ഷിഫ്റ്റ് ടു ബ്രാൻഡ് 3, അതിനകത്ത് 20% ആൾക്കാർ എങ്ങോട്ടേക്ക് മാറുന്നതാണ്? ബ്രാൻഡ് D3യിലേക്ക് മാറുകയാണ്. സിമിലർലി ബിഹേവിയർ വിത്ത് റിഗാർഡ് ടു D3 ഈസ് ഫൗണ്ട് ടു ദാറ്റ് 70% ഓഫ് കസ്റ്റമേഴ്സ് സ്റ്റിക്ക് ടു ദി ബ്രാൻഡ്. ഒരു 70% കസ്റ്റമേഴ്സ് ആ ഒരു ബ്രാൻഡിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. 20% ഓഫ് കസ്റ്റമേഴ്സ് ബ്രാൻഡ് D1. D3യിലേക്ക് 70% കസ്റ്റമേഴ്സ് പിടിച്ചു നിൽക്കുന്നുണ്ട്. D1ലേക്ക് 20% ഓഫ് കസ്റ്റമേഴ്സും പിടിച്ചു നിൽക്കുന്നുണ്ട്. ആൻഡ് ദ വൈൽ റിമൈനിങ് 10%, ബാക്കി വരുന്ന 10% ആൾക്കാർ ഷിഫ്റ്റ് ടു ബ്രാൻഡ് 2 ഇൻ ഈച്ച് മന്ത്. ഓരോ മാസവും ബ്രാൻഡ് മാറിക്കൊണ്ടിരിക്കും. D3 എന്ന് പറയുന്ന ബ്രാൻഡിൽ 70% കസ്റ്റമേഴ്സും സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. 20% കസ്റ്റമേഴ്സ് D1ലുണ്ട്. ബാക്കി 10% കസ്റ്റമേഴ്സ് D2ലേക്ക് മാറുകയാണ് ഓരോ ഈച്ച് മന്തും. നമ്മൾ ചെയ്യുന്നത് സൊല്യൂഷൻ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രം ബ്രാൻഡും ടു ബ്രാൻഡും ആക്കിയിട്ട് ആദ്യം എടുക്കണം. ദിസ് മന്തും നെക്സ്റ്റ് മന്തും എങ്ങനെയാണ് ഉണ്ടാവാം. അപ്പോൾ ഫ്രം ബ്രാൻഡ് D1ൽ D2 D3, ഇനി നെക്സ്റ്റ് മന്തിൽ D1 D2 D3 മെട്രിക്സ് അല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ D1 എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് എത്രയുണ്ട്? 70%, ദാറ്റ് ഈസ് 0.70. താഴോട്ടാണ് നമ്മൾ വരുന്നത്. D2 എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് എത്രയുണ്ട്? 30%. D2ൽ 30% കസ്റ്റമേഴ്സ് അല്ലേ അവസാനമുള്ള. D1ൽ 70% ആൾക്കാർ പിടിച്ചു നിൽക്കുന്നുണ്ട്. D2ൽ 30% ആൾക്കാർ, സോറി D2ൽ ആദ്യം കേസ് D2ന്റെ കേസ് ഫസ്റ്റ് ഈ മാസം 30% ആണ്. D3ലോ 20% ആണ്. ഇനി നേരെ ഇങ്ങനെ പോവാണെങ്കിലോ D1 ഈ മാസം 70%, അടുത്ത മാസം ആകുമ്പോഴോ D2ൽ 20%, D3ൽ എത്ര പെർസെൻറ്റേജും? 10%. അതാണ് 0.70, 0.20, 0.10. ഇനി D2ന്റെ കേസിൽ നേരെ നമ്മൾ ഹൊറിസോണ്ടൽ ബേസിൽ എടുക്കുകയാണെങ്കിലോ D2 ദിസ് മന്ത് 0.30, നെക്സ്റ്റ് മന്ത് ആകും 0.50, നെക്സ്റ്റ് മന്ത് 0.20, കാരണം 50% അല്ലേ എടുക്കുന്നത്. D3യോ D3 D1 എന്ന് പറയുന്ന ദിസ് മന്തിൽ വരുന്ന നെക്സ്റ്റ് മന്തിൽ വരുന്ന 0.20, D2 0.10, D3 0.70. അല്ല നമ്മൾ മെട്രിക്സ് ആക്കി എടുക്കുമ്പോൾ ഇങ്ങനെ എഴുതാം. നേരത്തെ എഴുതിയാൽ അതിന് നമ്മൾ മെട്രിക്സിന് 2 ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. P is equal to 0.70, 0.30, 0.20, 0.20, 0.50, 0.10, 0.10, 0.20, 0.70. എന്നിട്ട് നമുക്ക് റോ പ്രോബബിലിറ്റീസ് ആർ അസോസിയേറ്റഡ് വിത്ത് കസ്റ്റമേഴ്സ് റീറ്റൻഷൻ ആൻഡ് ലോസ്. അറ്റ് ദ സെയിം ടൈം കോളം പ്രോബബിലിറ്റീസ് ആർ ദോസ് അസോസിയേറ്റഡ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഗെയിൻ. അപ്പോൾ റോ പ്രോബബിലിറ്റിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് റീറ്റൻഷനും ഉണ്ട്, ലോസും ഉണ്ട്. കോളം പ്രോബബിലിറ്റിയിൽ എടുക്കുകയാണെങ്കിലോ കസ്റ്റമേഴ്സിന് റീറ്റൻഷനും ഗെയിനും ആണുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കിക്കോ. നമ്മൾ തന്ന ക്വസ്റ്റ്യന്റെ ബേസിൽ ആദ്യം ഒരു ഫ്രം ബ്രാൻഡും അല്ലെങ്കിൽ 2 ആക്കി മാറ്റും, അല്ലെങ്കിൽ മെട്രിക്സ് ആക്കി മാറ്റും. എത്ര? D1 D2 D3 എടുക്കും, D1 D2 D3 എടുക്കും. 0.70, 0.30, 0.20. ഇത് ഡിമാൻഡിന്റെ ബേസിലാണ്, ക്വസ്റ്റ്യനിൽ തന്നതിന്റെ ബേസിൽ, വേറെ ഒന്നും ആക്കിയല്ലേ. വെർട്ടിക്കൽ ആയിട്ടാണ് പറയുന്നത്. D2 ആകുമ്പോൾ 0.20, 0.50, 0.10, D3 0.10, സോറി 10, 0.20, 0.70. അത് നമ്മൾ മെട്രിക്സ് ആയിട്ട് എടുക്കുമ്പോൾ P 0.70 താഴത്തോട്ടാണ് വായിക്കുന്നത്. 0.30, 0.20, 0.20, 0.50, 0.10, സോറി 0.10. നെക്സ്റ്റ് 0.10, 0.20, 0.70. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ കാണാത്തൊരു ഏരിയ ആണ്, എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. തിയറിക്കാണ് കൂടുതൽ ചോദിക്കാറ്. ഇൻ എ മാർക്കറ്റ് ഓൺലി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ മാർക്കറ്റ് ഓൺലി 2 brands ഓഫ് സോപ്സ് P and Q are sold. Give that a person last purchase brand P
there is 80% of chance that he would buy the same brand in the next purchase. While if a person purchased brand Q, there is 90% of chance that her next purchase would be the brand Q. Using this information, you are required to develop a probability matrix, then calculate. First, the probability that if a customer is currently a brand P purchaser, he will purchase brand Q 2 purchases from now. Second question, the probability that if a customer is brand Q purchaser, he will purchase brand P 3 periods from now. Third, a probability that 3 period from now a customer shall buy brand Q. Brand Q, given that the market share of two brands is as follows. So, brand P 70%, brand Q 30%. Then fourth question, steady state probabilities. Then second question. ഇതിന് മുന്നേ സെക്കൻഡ് ക്വസ്റ്റ്യന് മുന്നേ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള, എന്നിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ജസ്റ്റ് റിവ്യൂ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അത് ക്വസ്റ്റ്യൻ എടുക്കാം. സോ ദെൻ ദ ക്ലാസ് ഫസ്റ്റ് വൺ, Markov analysis. Markov analysis is the process or Markov chain is a method of analyzing the current behavior of some variable with a view to predict its future behavior. Andrei M. Markov, a Russian mathematician, introduced the Markov chain in the year 1906. It's a stomach process containing random variables, transitions from one stage to another depending on a certain assumption and definite probabilities rules. Markov process helps to identify a specific state of system being studied. Second, the state transition relationship. So, it is a technique that deals with the probabilities of future occurrences by analyzing the present known probabilities. Assumption, first order Markov process, finite state. Second, probability of changing state. Third, we can predict any future state from the previous state. And the matrix transition probabilities. Fourth, the size and makeup of the system. Fifth, the process has a set of initial probabilities which may be given or determined. Second order Markov process. Next, application of Markov analysis. First, for planning personal needs. Second, study the stock price movements. Third, determining future manpower requirements. Fourth, useful to analyze the customer buying behavior patterns. Fifth, helpful in predicting the utilization of machine. Sixth, determine the equilibrium traffic flows conditions. Last, useful in prediction the electoral behavior in elections. Next concept, absorbing Markov chain. A common type of Markov chain that transits state in an absorbing one. It is an absorbing Markov chain is in which it is impossible to leave some states. It is a chain in which every state can reach an absorbing state. The next, transition probability matrix. The movement is an uncertain environment, but we are given the probabilities associated with any move. This probability is known as transition probability. It can be presented in tabular or matrix. Matrix, this form of matrix, and P is the square matrix which non-negative elements and row elements of that sum to unity. Such a matrix is known as stochastic matrix. And the first questions are also discussed and its solutions also over. So, such a type of transition probability matrix are generally applied into the Markov analysis or Markov process or Markov chain. If any doubt, ask me. So, the next problems we will discuss the next class. Thank you.